ജനുവരിയിൽ ജെഇ എഴുതാൻ പോകുന്ന കുട്ടികൾ ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത 5 മിസ്റ്റേക്കുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ മിസ്റ്റേക്ക് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. പുതിയ ടോപ്പിക്കുകളൊക്കെ ബാക്കിയുണ്ട്, പഠിച്ചുകൊണ്ട് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും വരുത്താൻ പാടില്ല. നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടുള്ള മേ ബി അതൊരു 70% സിലബസ് ആവാം, അല്ലെങ്കിൽ 80% സിലബസ് ആവാം. ആ സിലബസിൽ തന്നെ ഫോക്കസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനും മറ്റുമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് മോക്ക് ടെസ്റ്റ് എഴുതാതിരിക്കുക എന്നുള്ളതാണ്. റാങ്ക് കുറയും, മാർക്ക് കുറയും, കോൺഫിഡൻസ് പോകും എന്ന് തെറ്റിദ്ധരിച്ചിട്ട് മോക്ക് ടെസ്റ്റുകളെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ സ്കോർ എത്രയാണ്, ഇനി എത്ര ഇംപ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യണം, ഇനിയുള്ള 10 ദിവസം നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. മൂന്നാമത്തത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്, നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്കറിയാം, സെഷൻ 1 രാവിലെ 9 മുതൽ 12 വരെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സെഷൻ 2 ഉച്ചക്ക് 2:30 മുതൽ 5:30 വരെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ 2 സ്ലോട്ടുകളിൽ നമ്മുടെ ബ്രെയിൻ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട്, ഏറ്റവും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ ഇനി ദിവസങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ എക്സാമിനേഷൻസ് എല്ലാം ഈ 2 സ്ലോട്ടുകളിൽ കൊണ്ടുവരാം. ഇനി എക്സാം ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 9 to 12 2:30 to 5:30 എന്ന് പറയുന്ന സ്ലോട്ടിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, റിഗ്രസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എക്സാമിന്റെ ദിവസം നമ്മുടെ ബ്രെയിൻ അറിയാം ആ ടൈം എത്തുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ബയോളജിക്കൽ ക്ലോക്ക് സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ മിസ്റ്റേക്ക്. ഫോർത്ത് വൺ, നമ്മുടെ ഹെൽത്ത് ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതായാലും നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ആയാലും ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ ഇനി കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ ഒരു ജലദോഷം വന്നാൽ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. എക്സാമിന്റെ അന്ന് നമുക്കൊരു ജലദോഷം ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ആക്ച്വലി എന്താണ്, ലെസ് പവർഫുൾ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് തീർച്ചയായിട്ടും കുറയും. അപ്പൊ നിങ്ങൾ ഇനി ചെയ്യുന്ന കാര്യങ്ങൾ, പുറത്തു പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എല്ലാം എന്ത് ചെയ്യണം, അടുത്ത ഒരു 2 ആഴ്ചത്തേക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ആൻഡ് ഫൈനലി അഞ്ചാമത്തത്, ടേക്കിംഗ് ടു മച്ച് സ്ട്രെസ്. നമ്മൾ റിസൾട്ടിനെ കുറിച്ച് ആലോചിച്ച്, എവിടെ എത്തുമെന്ന് ആലോചിച്ച് അനാവശ്യമായിട്ട് സ്ട്രെസ് എടുക്കുകയാണ്. മറ്റുള്ള കുട്ടികളുടെ പെർഫോമൻസ് നോക്കിയിട്ട് സ്ട്രെസ് എടുക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത്തുകൾ മനസ്സിലാക്കുക, നിങ്ങളുടെ പ്ലാൻ മനസ്സിലാക്കുക, നിങ്ങളുടെ ടാർഗറ്റ് മനസ്സിലാക്കിക്കൊണ്ട് പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ള ലെവൽ എന്താണോ ആ ലെവലിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്ട്രെസ് എടുക്കുന്നത് കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും.